ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചെറുകുന്നം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓഫർ സെയിൽ വരുന്ന കുർത്തീസ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തീസ് ആണ്. ജോർജറ്റിലും കോട്ടണിലും റയോണിലും എല്ലാം വരുന്ന കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിങ്കിൾ റയോണിലെല്ലാം വരുന്ന കുർത്തീസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെയും പാത്രമുള്ള കുർത്തീസ് ആണ്. അപ്പോൾ നമുക്ക് ഈ സമയം കളയാതെ ഓരോന്നായിട്ട് കാണും. അതിന് മുന്നേ തന്നെ ഓഫർ സെയിൽ നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഇഷ്ടപ്പെടുന്ന ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിൻ്റെ സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് അയക്കരുത്. സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ അയക്കുക. എന്നാൽ മാത്രമാണ് റിപ്ലൈ തന്ന് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഓരോന്നും പിന്നെയും ചോദിച്ചു വരുമ്പോൾ ഡിലേ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ടിനൊപ്പം തന്നെ സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് മെസ്സേജ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചാൽ മാത്രം മതി, കോൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളെല്ലാവരുടെയും മെസ്സേജസും റിപ്ലൈ തരുന്നതാണ്. കോൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും ഒരുപാട് ഡിലേ വരും. ആ ഒരു കോൾ എടുത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു വരുന്ന സമയം എന്ന് പറയുമ്പോൾ കുറേ അധികം ഡിലേ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കോൾ ചെയ്യേണ്ട, മെസ്സേജ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ സമയം കളയാതെ നമുക്ക് കുർത്തീസ് പറയുന്നതായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു ഫീഡിങ് കുർത്തിയാണ്. സിമ്പിളായിട്ട് ഏലിയൻ പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ്. നെക്ക് വരുമ്പോൾ ഷർട്ടിൻ്റെ കൊളർ നെക്കാണ് വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ചെറിയ സ്പോഞ്ച് ബോൾസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 2 സൈഡ്സിലായിട്ടാണ് ഹിഡൻ സിപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് 2 സൈഡ്സിലും. താഴേക്ക് വരുമ്പോൾ ഏലിയനിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ഇൻസൈഡ് പോർഷനിൽ ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഇതൊരു പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഇതൊരു റിങ്കിൾ റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. കളർ വരുമ്പോഴേക്കും ഒരു ലൈറ്റ് ആഷിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് യൂനെക്കാണ്. ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു മെറ്റലിന്റെ ഒരു ഷോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ്. സിൽവർ കളർ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ. ഇതുപോലെയാണ് ഹെമ്മേരിയിലേക്ക് വരുമ്പോൾ അവിടെ മെഷ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ബനിയൻ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷോർട്ട് ലൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 47 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550. അടുത്ത കുർത്തി വന്നിട്ട് ഇത് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു പീസ്റ്റൽ പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ്. മെറ്റീരിയൽ റിങ്കിൾ റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550. അടുത്ത കുർത്തി വന്നിട്ട് റയോൺ ആണ്. പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ്. ടൈ ആൻഡ് ഡൈ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. കളർ വരുമ്പോഴത്തേക്ക് ഒരു നേവി ബ്ലൂവിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ വീനെക്കാണ് ആലിയക്കട്ട് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ നെക്ക് ലൈനിലായിട്ട് മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലൊക്കെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴേക്ക് വരുമ്പോൾ ഇതുപോലെയാണ്. ഈ ഓപ്പോഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ബോഡി വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ്. സ്ലീവും വിത്തൗട്ട് ലൈനിങ് തന്നെയാണ്. ഈ ഓപ്പോഷൻ വരെയാണ് ലൈനിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550. അടുത്ത കുർത്തി വന്നിട്ട് ഇതും പ്രീമിയം റയോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. നെക്ക് ഒരു യൂനെക്കാണ്. നെക്ക് ലൈനിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. താഴേക്ക് ഇതുപോലെ ഏലയിലാണ്. ഹെമ്മേരിയിലേക്ക് വരുമ്പോൾ ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ഫ്രോക്ക് മോഡലൊക്കെ നമുക്ക് വേറെ ചെയ്യാൻ പാത്രമാണ്. ഇതുപോലെയാണ്. അതുപോലെ തന്നെ സ്ലീവ് ബലൂൺ സ്ലീവ് പാറ്റേണിൽ വന്നിട്ട് ഈ ഒരു പോർഷനിൽ എലാസ്റ്റിക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം. റേറ്റ് വരുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഇതും റിങ്കിൾ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇതെല്ലാം തന്നെ റിങ്കിൾ റയോൺ മെറ്റീരിയൽ വരുന്ന കുർത്തീസ് എല്ലാം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ്. സിമ്പിൾ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂനെക്കാണ്. ഈ 2 സൈഡിലായിട്ട് നമ്മുടെ ഈ സെൻറ്റർ പോർഷനിൽ 2 സൈഡ്സിലും നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ്റെയും റെഡിൻ്റെയും ഒക്കെ കളറിൽ വന്നിരിക്കുന്നത് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡ്സിലായിട്ടാണ് കേട്ടോ ഈ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഈ 2 സൈഡ്സിൽ സെൻറ്റർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ അത്യാവശ്യം ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷനിൽ ബനിയൻ ലൈനിങ് ആണ് കേട്ടോ.
കോട്ടൺ ക്രേപ്പ് അല്ല, ബനിയൻ ആണ് ലൈനിങ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ് കേട്ടോ. ഈ ബനിയൻ ലൈനിങ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിന് തന്നെ കിടക്കുന്ന പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 ഈ കുർത്തീസ് എല്ലാം തന്നെ റിങ്കിൾ റയോണിൽ വരുന്ന കുർത്തീസ് എല്ലാം തന്നെ ഒരു 800-850 റേറ്റിൽ വന്നിരുന്ന കുർത്തീസ് ആണ്. അതാണ് ഇപ്പൊ നമ്മളൊരു 650-550 ആ റേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഒരു ക്രേപ്പ് മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു ഫീഡിംഗ് കുർത്തിയാണ്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വേറെയും പാത്രമാണ്. ഇതുപോലെ ഒരു യൂണിക് പാറ്റേണിൽ വന്നിട്ട് ജാക്കറ്റ് മോഡലാണ് വന്നിരിക്കുന്നത്. ജാക്കറ്റിന്റെ ഈ ഒരു ഇൻസൈഡ് പോർഷനിലായിട്ടാണ് ഹിഡൻ സിബ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് ഹിഡൻ സിബ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് വിതൗട്ട് ലൈനിങ്ങിൽ നമുക്ക് വേറെയും പാത്രമാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ്. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. റേറ്റ് വരുന്നത് 350. അടുത്ത കുർത്തി വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ഫ്രോക്ക് മോഡൽ വേറെ ചെയ്യാൻ പാകത്തിലുള്ള ഒരു കുർത്തിയായിട്ട്. കളർ വരുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് ആഷ് കളറിലാണ് വന്നിരിക്കുന്നത്. ഫുൾ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് യൂണിക്കാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്മോക്കി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. സ്ട്രെച്ചബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. താഴേക്ക് ഇതുപോലെയാണ് എലൈനിലാണ് വന്നിരിക്കുന്നത്. ഹെമേരയിലേക്ക് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് പോർഷനിൽ ഡോറി ഉണ്ട് കേട്ടോ. ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ്. സ്ലീവ് 3/4 ആണ് കേട്ടോ. ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വേറെയും പാത്രമാണ്. ആലിക്കട്ട് പാറ്റേണിലാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പീകോക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് വീനക്കാണ്. ഈ യോക്ക് പോർഷനിൽ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ ഈ ഒരു പോർഷനിൽ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ആലിഗഡ് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഇത്. നെക്ക് വീനക്കാണ്. ഈ ഒരു പോർഷനിൽ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പ്രിന്റഡ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ പ്ലെയിൻ കളർ ബ്ലാക്കിന്റെ മെറ്റീരിയൽ ആണ്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിലും നമ്മുടെ യോക്കിൽ വന്നിരിക്കുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട്. സ്ലീവും വിത്ത് ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെ വരും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XL ആണ്. റേറ്റ് വരുന്നത് 499. അടുത്ത കുർത്തി വന്നിട്ട് ഇതും റിങ്കിൾ റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. ഈ റിങ്കിൾ റയോണിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ചൂടുള്ള ക്ലൈമറ്റിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു കുർത്തിയാണ് ഇത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. നെക്ക് യൂണിക്കാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ലേസിന്റെ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. സെന്ററിൽ ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴേക്ക് ഇതുപോലെ ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് വരുന്നത് ബനിയൻ ലൈനിങ് ആണ്. ഷോർട്ട് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ബനിയൻ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ലാർജും XL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650. അടുത്ത കുർത്തി വന്നിട്ട് ഇത് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന കുർത്തിയാണ്. ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ സെയിം തന്നെയാണ്. മെറ്റീരിയൽ റിങ്കിൾ റയോൺ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ടീൽ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ റിങ്കിൾ റയോൺ തന്നെയാണ്. ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഈ ഒരു മെറ്റീരിയൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650. അടുത്ത കുർത്തി വന്നിട്ട് ഇതും റിങ്കിൾ റയോൺ മെറ്റീരിയൽ നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ സെയിം തന്നെ കളർ ചേഞ്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെയാണ്.
നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് പോയിന്റ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ലാർജും എക്സലും ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650. ഈ 650ക്ക് നമ്മളിപ്പോൾ ഓഫർ ഇടുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഒരു 850 എബവ് റേറ്റിൽ വന്നിരുന്ന ഐറ്റംസ് ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ഓണിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ റിങ്കിൾ റയോൺ തന്നെയായിരുന്നു. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആണ്. റേറ്റ് വരുന്നത് 650. ഈ ഒരു മെറ്റീരിയൽ നമ്മളൊരു കുറച്ച് നാൾ മുന്നേ ആയിട്ട് കുറേ പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത ഒരു ഐറ്റമാണ് ഈ റിങ്കിൾ റയോണിന്റെ കുർത്തീസ്. അതായത് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് നല്ല കൂളിംഗ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറേ നമ്മൾ സെയിൽ ചെയ്ത ഒരു ഐറ്റമാണ്. അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ലാർജ് എക്സൽ അങ്ങനെ ആ ഒരു സൈസ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലായിട്ട് എക്സ്ട്രാ പീസസോ എക്സ്ട്രാ സൈസോ ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയുന്ന ഈ സൈസുകൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. എല്ലാം സിംഗിൾ പീസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. അതല്ലെങ്കിൽ ഇത് ബുക്കിംഗ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട്, നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണ്, അഡ്രസ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ഒരുമിച്ച് തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അറ്റ് എ ടൈം തന്നെ ഈ 3 ഡീറ്റെയിൽസും തരിക. എന്നാൽ മാത്രമാണ് നമുക്ക് എളുപ്പം കാര്യങ്ങൾ പറഞ്ഞ് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അടുത്ത കുർത്തി വന്നിട്ട് ഇതും കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന കുർത്തിയാണ്. ഇതൊരു ഫീഡിങ് കുർത്തിയാണ്. സ്ട്രീറ്റഡ് ആയിട്ട് വരുന്ന ഫീഡിങ് കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ്. കളർ വരുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അത് ഫുള്ളായിട്ട് ത്രെഡാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ത്രെഡിന്റെ വീവിങ്സ് ആണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ യൂനെക്കാണ് വന്നിരിക്കുന്നത്. ഒരു പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹിഡൻ സിബ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രിൻസസ് കട്ട് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സെന്ററിൽ ഒരു പടി കൊടുത്തിട്ട് ബട്ടൺ വർക്ക് ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഇതുപോലെയാണ്. സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഡിസൈൻ ത്രെഡിന്റെ വീവിങ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 350. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. കളർ വരുമ്പോഴത്തേക്കും ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ആഷ് ടു ഗ്രേ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. കളറിൽ ചേഞ്ച് ഉള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും ഫീഡിങ് കുർത്തി തന്നെയാണ്. ഹിഡൻ സിബ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രിൻസസ് കട്ട് പാറ്റേണിൽ കട്ട് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 350. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഓഫർ സെയിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തീസ് ആയിരുന്നു കേട്ടോ. റിങ്കിൾ റയോണിന്റെയും ജോർജറ്റിന്റെയും കോട്ടന്റെയും ഒക്കെ വരുന്ന കുർത്തീസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫീഡിംഗ് കുർത്തീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ഡിസൈനിൽ ഫീഡിംഗ് കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കുർത്തീസ് ആണ്. നമ്മൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ സൈസസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതും സിംഗിൾ പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുന്നതല്ല. നമ്മുടെ വാട്സപ്പിൽ മാത്രമാണ് ഇത് ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സ്ക്രീൻഷോട്ട്, സൈസ്, സ്ഥലം, അത്രയും ഡീറ്റെയിൽസ് എന്താണെങ്കിലും ഒരുമിച്ച് തന്നെ സെൻഡ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ കുർത്തീസ് എല്ലാം കോട്ടണിലും റിങ്കിൾ റയോണിലും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഓഫർ സെയിൽ വരുന്ന കുർത്തീസിനൊന്നും റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നോക്കി തന്നെ എടുക്കുക. ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഐറ്റം റിട്ടേൺ എടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മാക്സിമം ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് അയക്കുള്ളൂ. ഇൻ കേസ് ഇനി നമ്മൾ കാണാതെ പോയ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോ എടുക്കുന്ന, അതായത് ഈ ഐറ്റം നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഒരു വീഡിയോ എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരിക. അതല്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ മാത്രമാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ. അതല്ലാത്ത കേസിലൊന്നും നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.